ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 5ാമത്തെ ചാപ്റ്ററാണ് എ ഫീനിക്സ് റൈസസ്. അപ്പോൾ ആ ഒരു പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കൃത്യമായിട്ട് ശ്രദ്ധാപൂർവ്വം കാണുക. അതോടൊപ്പം തന്നെ പരമാവധി ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റിലൂടെ അറിയിക്കുക. ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് കടക്കാം. ദി ടൈറ്റിൽ A Phoenix Rises is very apt for അരുണാചലം മുരുകാനന്ദംസ് ലൈഫ് ജസ്റ്റിഫൈ. അതായത് അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടൈറ്റിലാണ് എ ഫീനിക്സ് റൈസസ്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചോദ്യത്തിൽ. അതായത് എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ടൈറ്റിൽ, ആ ഒരു പേര്, പാഠഭാഗത്തിന്റെ ആ ഒരു പേര് അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതവുമായിട്ട് എത്രത്തോളം ആപ്റ്റ് ആണ്, എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, എത്രത്തോളം യോജിച്ച ഒരു ടൈറ്റിലാണ് ഇത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യമായിട്ട്. ഓക്കെ ആണ്. അപ്പം അതിനു മുമ്പ്, ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം അറിയണം. എന്താണ് ഈ ഫീനിക്സ് എന്ന് പറയുന്നത്? നമ്മൾ പലപ്പോഴായിട്ട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, പലപ്പോഴായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് ഫീനിക്സ് പക്ഷിയെ പറ്റിയിട്ട്. അതായത് ചാരത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള, ഉയർത്തെഴുന്നേൽപ്പുണ്ടായിട്ടുള്ള ഒരു പക്ഷിയാണത്. അതായത് ഈ ചാരത്തിൽ നിന്നൊക്കെ അത് ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ടുള്ള, പറന്നു വന്നിട്ടുള്ള, ഉയരങ്ങളിലേക്ക് പറന്നു പോയിട്ടുള്ള ഒരു പക്ഷിയായിട്ടാണ് നമ്മൾ ഫീനിക്സ് പക്ഷിയെ കണക്കാക്കുന്നത്. അതിന് പിന്നിൽ ഒരുപാട് രസകരമായിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. ഓക്കെ. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ പറ്റിയിട്ട്, ഫീനിക്സ് പക്ഷിയെ ഒന്നും അറിയാത്തവർക്കൊക്കെ ആയിട്ട് പറയാണ്. അതായത് ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഫീനിക്സ് പക്ഷി എന്ന് പറയുന്നത് ചാരത്തിൽ നിന്നും ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള, ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുള്ള ഒരു പക്ഷിയായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ. അപ്പം ആ ഒരു പക്ഷിയോടാണ്, ആ പക്ഷിയുടെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിന്റെ ആ ഒരു ഇതിലുമായിട്ട് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം? ഒന്നുമില്ല. അതായത് അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാടധികം യാതനകളും ഒരുപാടധികം ഒറ്റപ്പെടുത്തലുകളും ഒരുപാടധികം കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ചാരങ്ങളിൽ നിന്നും, അങ്ങനെയുള്ള എല്ലാ യാതനകളിൽ നിന്നും അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള, പറന്ന് ഉയരങ്ങളിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ഈ ഒരു ടൈറ്റിൽ വളരെയധികം ആപ്റ്റായിട്ട്, വളരെയധികം യോജിച്ച് നിൽക്കുന്നത്. ഓക്കെ ആണ്. സോ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഉത്തരത്തിലേക്ക് കടക്കാം. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയത് ഇപ്പം ഇത് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദി ടൈറ്റിൽ എ ഫീനിക്സ് റൈസസ് പെർഫെക്റ്റ്ലി ഡിസ്ക്രൈബ്സ് അരുണാചലം മുരുകാനന്ദംസ് ലൈഫ് ബിക്കോസ് ലൈക്ക് എ ഫീനിക്സ് ദാറ്റ് റൈസസ് ഫ്രം ഇറ്റ്സ് ആഷസ് he rose from difficulties, humiliation and failures to achieve success. The title A Phoenix Rises perfectly describes അരുണാചലം മുരുകാനന്ദംസ് ലൈഫ് ബിക്കോസ്, അതായത് എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ടൈറ്റില് അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തോട് ഏറ്റവും, ആ ഒരു ജീവിതത്തെ വിവരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈറ്റിലിന് ഏറ്റവും വളരെ ഭംഗിയായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ലൈക്ക് എ ഫീനിക്സ് ദാറ്റ് റൈസസ് ഫ്രം ഇറ്റ്സ് ആഷസ്, അതായത് ആ ഒരു ആഷിൽ, അതായത് ചാരത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ആ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ, ഹി റോസ് ഫ്രം ഡിഫിക്കൽട്ടീസ്, ഹ്യൂമിലിയേഷൻ ആൻഡ് ഫെയിലിയേഴ്സ് ടു അച്ചീവ് സക്സസ്. അദ്ദേഹം എന്താണ്, എല്ലാ യാതനകളിൽ നിന്നും, എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും, എല്ലാ ഒറ്റപ്പെടുത്തലുകളിൽ നിന്നും, എല്ലാ തോൽവികളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള, അല്ലെങ്കിൽ പറന്ന് ഉയരങ്ങളിലേക്ക് വന്നിട്ടുള്ള, അങ്ങനെ വന്നുകൊണ്ട് എന്താണ് വിജയം കൈവരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. He faced poverty, social ridicule and even isolation while trying to make low-cost sanitary pads for rural women. അതായത് he faced poverty എന്ന് വെച്ചാൽ ദാരിദ്ര്യം, സോഷ്യൽ റിഡിക്യൂൾ ആൻഡ് ഈവൻ ഐസൊലേഷൻ, അതായത് സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തല്, സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തല്, അതേപോലെ തന്നെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദാരിദ്ര്യം, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം വന്നപ്പോഴും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ലോ കോസ്റ്റ്, വളരെ വില കുറഞ്ഞുകൊണ്ട് എന്നാൽ നല്ല ഗുണമേന്മയുള്ള സാനിറ്ററി പാഡ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ശ്രമിച്ചു. പീപ്പിൾ ലാഫ്ഡ് അറ്റ് ഹിം ആൻഡ് മെനി തോട്ട് ഹിസ് വർക്ക് വാസ് ഫൂളിഷ് യെറ്റ് ഹി നെവർ ഗേവ് അപ്പ്. അതായത് പീപ്പിൾ ലാഫ്ഡ് അറ്റ് ഹിം, അതായത് ആദ്യം ജനങ്ങൾ അദ്ദേഹത്തെ ചിരിച്ചു തള്ളുകയാണ് ചെയ്യുന്നത്. മറ്റു പലരും അദ്ദേഹത്തെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നത്? ഇവനൊരു മണ്ടനാണ്, എന്തിനാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ച്, എന്തിനാണ് ഇതിനു പുറകെയൊക്കെ അവൻ ഇങ്ങനെ അവന്റെ ജീവിതം കളയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പല നാട്ടുകാരും, പല ആൾക്കാരും, ജനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ആ ഒരു വ്യക്തിയെ, അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? കളിയാക്കുകയാണ്. പീപ്പിൾ ലാഫ്ഡ് അറ്റ് ഹിം ആൻഡ് മെനി തോട്ട് ഹിസ് വർക്ക് വാസ് ഫൂളിഷ്.
പലരും ചിന്തിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മണ്ടത്തരങ്ങളാണ് എന്ന് ചിന്തിക്കുകയാണ്. യെറ്റ് ഹി നെവർ ഗേവ് അപ്പ്. എന്നിട്ടും അദ്ദേഹം ഒരിക്കലും വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറല്ലായിരുന്നു. ത്രൂ ഹിസ് കറേജ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിന്റെ ദൃഢതയും ഒക്കെ കൊണ്ട് ഹി ഫൈനലി succeeded in inventing a sanitary pad making machine that brought health, hygiene and dignity to thousands of women. അങ്ങനെ ഇതൊക്കെ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അവസാനം അദ്ദേഹത്തിന്റെ ആ ഒരു മിഷൻ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യാണ്. അദ്ദേഹം വിജയിക്കുകയാണ്. അദ്ദേഹം വളരെ ലോ കോസ്റ്റ് ആയിട്ട് നിർമ്മിക്കാൻ വേണ്ടി സാനിറ്ററി പാഡ്സ് നിർമ്മിക്കുന്ന ഒരു മെഷീൻ അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. അതെന്ത് ചെയ്യുകയാണ്? സാധാരണ സ്ത്രീകൾക്ക് എന്ത് കൊടുക്കുകയാണ്? വളരെ ഉപകാരപ്രദമായിട്ടുള്ള, ഹൈജീൻ ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സാനിറ്ററി പാഡ്സ് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മെഷീന് സാധിക്കുകയാണ്. His life shows that no matter how many obstacles one faces, persistence and vision can help one rise above challenges and make a meaningful difference in society. His life shows that no matter how many obstacles one faces, അദ്ദേഹത്തിന്റെ ജീവിതം തെളിയിക്കുകയാണ്. അതായത് എത്രത്തോളം കഷ്ടപ്പാടുകൾ ഒരു മനുഷ്യന് അനുഭവിക്കേണ്ടി വന്നാലും ആ മനുഷ്യന്റെ പെർസിസ്റ്റൻസ് ആൻഡ് വിഷൻ, ആ മനുഷ്യന്റെ ആ ഒരു കൺസിസ്റ്റൻസിയും, ആ മനുഷ്യന്റെ ഒരു കാഴ്ചപ്പാടും, ആ മനുഷ്യന്റെ ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ ഹി ക്യാൻ ഹെൽപ്പ് വൺ റൈസ് എബവ് ചാലഞ്ചസ് ആൻഡ് മേക്ക് എ മീനിങ് ഡിഫറൻസ് ഇൻ സൊസൈറ്റി. അതായത് ആ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്യാനും അവരെയൊക്കെ എന്ത് വെല്ലുവിളികൾ വന്നാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു മീനിങ് ഡിഫറൻസ് സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഒരു മാറ്റം നമുക്ക് സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. അതായത് ഹിസ് ലൈഫ് ഷോസ് ദാറ്റ് നോ മാറ്റർ ഹൗ മച്ച് ഒബ്സ്റ്റക്കിൾ വൺ ഫേസസ്. അതായത് അദ്ദേഹം പറയാണ്, എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഒരു വ്യക്തി സഹിക്കേണ്ടി വന്നാലും പെർസിസ്റ്റൻസ് ആൻഡ് വിഷൻ ക്യാൻ ഹെൽപ്പ് വൺ റൈസ് എബവ് ചാലഞ്ചസ്. അതായത് ആത്മവിശ്വാസവും ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു വിഷനും പെർസിസ്റ്റൻസും കൺസിസ്റ്റൻസിയും ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെയൊക്കെ ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? തരണം ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് മേക്ക് എ മീനിങ് ഡിഫറൻസ് ഇൻ സൊസൈറ്റി. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? എന്നിട്ടോ സമൂഹത്തിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെയാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ ഏതെങ്കിലും ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. കാരണം അത് ഏറ്റവും വിലപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സോ സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.